എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇമോഷൻസ് എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു ഫീലിങ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നൊരു റോബോട്ടിന് ഒരു ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ അവസ്ഥ? അങ്ങനെ ഇമോഷൻസ് ഉള്ള ഒരു റോബോട്ടിൻ്റെ ഒരു സ്റ്റോറിയാണിത്. നമ്മൾ മനുഷ്യനായാലും ശരി, അല്ലെങ്കിൽ റോബോട്ടാണ്, എന്താണെങ്കിലും ശരി, ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവൻ കൊടുത്തും നമ്മൾ അവരെ സഹായിക്കാനായിട്ട് റെഡിയായിരിക്കും. അതുപോലെ ഇവൻ്റെ ഫ്രണ്ട് അപകടത്തിൽ പെടുമ്പോൾ ഈ റോബോട്ടാണെങ്കിൽ പോലും അവന് ഇമോഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ജീവൻ പോലും നോക്കാതെ അവൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി ഇവൻ ഈ ഫയർ ട്രാപ്പിനകത്ത് പെട്ടുപോകാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇവൻ ഈ റോബോട്ട് ഇതിൻ്റെ അകത്തുണ്ടെന്ന് കരുതിയിട്ട് ഇവൻ അവനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ അപകടത്തിൽ ഇവൻ പെടുന്നത്. ആക്ച്വലി ഇവൻ അതിൻ്റെ അകത്തില്ലായിരുന്നു, ഇവൻ പുറത്തായിരുന്നു. പക്ഷെ അവൻ കരുതി ഈ റോബോട്ട് ഇതിൻ്റെ അകത്തായിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഇവൻ ഈ ഫയർ പോലും നോക്കാതെ അതിൻ്റെ അകത്തോട്ട് കയറിപ്പോകുന്നത്. അങ്ങനെ ഫയർ അവിടെ മുഴുവൻ സ്പ്രെഡ് ആവുകയും അവന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇവൻ അവൻ്റെ ഒന്നും തന്നെ നോക്കാണ്ട് അകത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു ഈ റോബോട്ടും. കാരണം റോബോട്ട് പറയാണ്, എനിക്ക് മരണം എന്ന് പറയുന്ന സംഭവമില്ല, നീ ഇതിൻ്റെ അകത്ത് പെട്ടുപോയാൽ നീയും മരിക്കും, പക്ഷേ ഞാൻ മരിക്കില്ല, എനിക്ക് മരണമില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്ന് പറയാണ്. അവനും പറയുന്നുണ്ട്, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടാണ് ഞാൻ അകത്തായി പോയതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പിണങ്ങിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഈ പിണങ്ങിയിരിക്കുന്നതാണെങ്കിൽ പോലും അവരതൊന്നും നോക്കാണ്ട് പരസ്പരം സഹായിക്കാനായി അവരെ ലൈഫ് പോലും നോക്കാതെ അവരതിൻ്റെ അകത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഫയർ സ്പ്രെഡ് ആകുമ്പോഴത്തേക്കും ഇവൻ വേറെ വഴിയൊന്നും ഇല്ലാതെ അവിടെ പൈപ്പ് കണക്ഷൻ പോകുന്ന ഒരു ഇതിൽ അവൻ ഇടിക്കുകയും നല്ല ശക്തിയായി ഇടിക്കുകയും അവിടുത്തെ വെള്ളം പുറത്തോട്ട് ബ്രേക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം അവൻ്റെ ദേഹത്തൊക്കെ വെള്ളം വീഴുകയും അവൻ്റെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും.